അങ്ങനെ ഉപയോഗിച്ച് പിന്നെ അതങ്ങനെ അഡിക്ഷൻ ആവുകയാണത്. അഡിക്ഷൻ ആവില്ല എന്നൊരു പറച്ചിൽ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഇതെനിക്ക് എന്തോ നമ്മളതിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. കള്ളു കുടിക്കുകയാണെങ്കിലും കഞ്ചാവ് വലിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ വരാൻ പറ്റില്ല. ഈ സ്മെല്ലും കാര്യങ്ങളും കിട്ടും, പിടിക്കപ്പെടും, നാട്ടിലും വീട്ടിലും പിടിക്കപ്പെടും എന്നുള്ളൊരു പേടിയുണ്ടാവും. പക്ഷെ ഇത് ആ പേടിയൊന്നും പേടിക്കാത്തതുകൊണ്ട് ആരും അറിയില്ല. ഇത് ഉപയോഗിച്ചിട്ട് ആരും അറിയണില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ പിന്നെ ഇത് ഉപയോഗിക്കുകയാണ്. അതിന് ചെറിയ ഫീല് രസങ്ങൾ കിട്ടിക്കൊണ്ട്. പക്ഷെ അങ്ങനെ വലിയ രസങ്ങളൊന്നും ഇല്ല അത്. അങ്ങനെ പിന്നെ ഇതിങ്ങനെ ഉപയോഗിച്ച് അഡിക്ഷൻ ആവുകയാണ്. പിന്നെ ഞങ്ങളിത് വാങ്ങിക്കൽ തുടങ്ങി, ചെറുതിൽ നിന്ന് വലുത് വാങ്ങിക്കൽ തുടങ്ങി, വാങ്ങിച്ച് വലിയ അളവിൽ വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് പിന്നെ ഞാൻ അന്ന് അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെൻ്റലി പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, ഇത് നമുക്കുണ്ടാവും? അപ്പോൾ അവൻ നമ്മളങ്ങനെ ഉപയോഗിക്കണമെന്നില്ലല്ലോ, നമ്മൾ എപ്പോഴേലും ഉള്ളൂ. അങ്ങനെ എപ്പോഴേലും എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും ആയി മാറി ഇതിൽ അഡിക്ഷൻ ആവുകയാണ്. ദിവസം ഇത് ഉപയോഗിക്കൽ തുടങ്ങി, വലിയ അളവിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പല നാട്ടിൽ നിന്നല്ല, പല സ്ഥലങ്ങൾ നമ്മളെ ജില്ല വിട്ട് പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ വാങ്ങിച്ച് വരുന്നു, വലിയ പൈസക്ക് വാങ്ങിക്കണം. എന്നിട്ട് ഇത് ഞങ്ങൾ തന്നെ അപ്പോഴത്തിന് ഞാനും അവനും 2-3 ആളുള്ളത്, പിന്നെ ആളുകൾ എണ്ണം കൂടി, അവരെ ഫ്രണ്ട്സ് വരൽ തുടങ്ങി, ഞങ്ങൾ ഗ്യാങ്ങായിട്ട് ഉപയോഗിക്കൽ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ച് ഞാനത് വലിയ തോതിൽ വാങ്ങിക്കണം, ഞങ്ങളെല്ലാവരും ഉപയോഗിക്കണം. അങ്ങനെ പിന്നെ അഡിക്ഷൻ ആവുകയാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമില്ല, ഫുഡ് കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാനും കഴിയില്ല. പക്ഷേ ഇത് 2 ദിവസമൊക്കെ നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം നമ്മളിത് ഉറങ്ങി തീർക്കണം. പക്ഷേ ഇത് ഉപയോഗിച്ച് എനിക്ക് ഓരോ വണ്ടികളെ കച്ചവടം, റെൻ്റേക്കാർ, അങ്ങനെ വണ്ടികളെ പരിപാടിയാണ്. അപ്പോൾ എനിക്ക് 2 ദിവസം ഉറങ്ങാതിരുന്നിട്ട് അങ്ങനെ നടക്കണം. പക്ഷെ 3-ാമത്തെ ദിവസം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ നമ്മൾ കിടന്ന് ഉറങ്ങാതിരിക്കാൻ എനിക്ക് പറ്റൂല. കാരണം ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് ഓരോ പരിപാടികളുണ്ടായതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങണം. അപ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചിട്ട് എനിക്കിത് ദിവസം ഇല്ലാതെ എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാതായി. ഇതിൽ അഡിക്ഷനായി പോയി. അങ്ങനെ പിന്നെ ഇത് അഡിക്ഷനായിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റാതായിട്ട് അങ്ങനെ ഇതിലുള്ള ഓരോ ഘട്ടങ്ങളുണ്ട്. ഇത് ഫസ്റ്റ് നമുക്ക് തരുന്ന എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംശയം എന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ കിടക്കും. നമുക്ക് നമ്മളെ കൂടെയുള്ളവരെ, ഫ്രണ്ട്സിനെ, വീട്ടുകാരെ എല്ലാവരും സംശയം തോന്നും. പല രീതിയിൽ നമുക്ക് ഏത് രീതിയിലാണ് നമുക്കൊരിത് വരുന്നത്, അതിൻ്റെ രീതിയിൽ കൂടെ പോകാൻ സംശയം. നമുക്ക് എന്തെങ്കിലും പേടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ സംശയം വരും, പിന്നെ ഓരോ പേടി വരും, അങ്ങനെ പല സംഭവങ്ങളും. അതും കഴിഞ്ഞ് 3-ാമത്തെ ഒരു ഘട്ടമുണ്ട്, വയലൻ്റ് ആകും. നമുക്ക് ആരും വിഷയമല്ല. ഫസ്റ്റ് അവൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യക്കാരൻ. അന്ന് എനിക്ക് ആ ധൈര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ 3-ാമത്തെ ഘട്ടത്തിൽ ഇത് ഉപയോഗിച്ച് അഡിക്ഷനായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ വയലൻ്റ് ആകും. നമുക്ക് ആരും വിഷയമല്ല, പോലീസും വിഷയമല്ല, നാട്ടുകാരും വിഷയമല്ല, വീട്ടുകാരും വിഷയമല്ല, ഒരാളും വിഷയമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്തും ചെയ്യും. നമ്മൾ ആരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്, അടി ഉണ്ടാക്കണ്, ഒരു കാരണവും ഇല്ലാതെ പ്രകോപനം നമ്മൾ തന്നെ സൃഷ്ടിക്കും, എന്നിട്ട് അടിയിലേക്ക് പോകും. നമ്മളൊരു കാരണമില്ലാതെ വെറുതെ ചെറിയ സംസാരിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്കിലൊക്കെ തർക്കം ഉണ്ടാവണം, അത് നമ്മൾ വിടൂല. അത് വിടാതെ അതിൽ നിന്ന് ചെറിയൊരു വാക്കിൽ നിന്ന് നമ്മൾ പിടിച്ച് കയറിയിട്ട് വലിയൊരു തിരക്കിൽ കച്ചറയിലേക്കാവും. അത് ഈ കത്തിക്കുത്ത് അങ്ങനെ വലിയ സംഭവങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥലത്തിരുന്നൊരു ഈ കുപ്പി എടുത്ത് തലക്കടിച്ചു പല സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കഥകൾ നേരിട്ടും കണ്ടിട്ടുണ്ട്. ഞാനടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സുകളുടെ ഇടയിലും. ഈ സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകെട്ടൊക്കെ തെറ്റാണ്. നമ്മൾ ഒപ്പം ഇരിക്കണം, വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെന്തോ നമ്മളെ പറ്റിയിട്ട് അങ്ങനെ ചർച്ച, അങ്ങനെ പല രീതിയിൽ വീട്ടുകാരും നാട്ടുകാരും പലരും അങ്ങനെ ബന്ധങ്ങൾ തെറ്റുത്. നിസാമിൻ്റെ അനുഭവത്തിലും അതുപോലെ ഇപ്പോൾ വീട്ടിലൊക്കെ സംഘർഷവും ആക്രമണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ. പക്ഷെ ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പുറത്ത് ആയിട്ട് സഞ്ചരിച്ച് നടക്കില്ല. ബാംഗ്ലൂർ, എറണാകുളം, കോഴിക്കോടൊക്കെ ആയിട്ട് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ എപ്പോഴേ വരുള്ളൂ. ആ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അവിടുന്ന് ചെറിയ തിരക്കിൽ ചെറിയ സംസാരം അവർ പറഞ്ഞതിനെ എതിർത്തിട്ട് പിന്നെ വലിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വേറെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ വീട്ടുകാർക്ക് എപ്പോഴാണ് മനസ്സിലായത് നിസാം ലഹരി ഉപയോഗിക്കുന്നുണ്ട്, MDMA ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ? വീട്ടിൽ ഞാൻ ഇതിൻ്റെ കവറുകളൊക്കെ വീട്ടിലാർക്കും അറിയില്ല. ഇത് MDMA ഉപയോഗിക്കുന്നതും ഒന്നും വീട്ടിലേക്ക് അതാണ് ഇതിൻ്റെത്, ആരും അറിയുന്നില്ലാന്ന്. ഞാൻ വീട്ടിൽ ഇതിൻ്റെ കവറുകൾ, ഈ ഇതിൻ്റെ ഉപയോഗിക്കുന്ന സിപ്ലോക്ക്, പിന്നെ ആദ്യമൊക്കെ ഞാൻ ഈ മൊബൈലിലിട്ടിട്ട് ലൈൻ അടിക്കുക എന്ന് പറയും, അത് ഉപയോഗിച്ചു. പിന്നെ ഇത് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന പോലെ അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഫ്യൂം പൈപ്പ് എന്ന് പറയും, ഗ്ലാസ് പൈപ്പ്. ആ ഗ്ലാസ് പൈപ്പ് നമ്മൾ ഓൺലൈൻ വഴി ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴി അത് വാങ്ങിക്കും, അതിൽ ഉപയോഗിക്കും. അതിലിട്ടിട്ട് കത്തിച്ചിട്ട് നമ്മൾ പുക വലിക്കും. പുക ഉപയോഗിക്കണവരെ അങ്ങനെ പുക സ്മോക്ക് ചെയ്യും. അങ്ങനെ അതൊക്കെ വീട്ടിൽ സിമ്പിളായിട്ട് വെക്കണം. വീട്ടുകാർക്കൊന്നും അതിനെ പറ്റി അറിയില്ല. സിപ്ലോക്കൊക്കെ അവിടെ ഒരുപാട് സിപ്ലോക്കൊക്കെ അവിടെ വെതർ റൂമിലിട്ടാലും വീട്ടുകാർ ചോദിക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. അതങ്ങനെ പോയി ഒരു ദിവസം എൻ്റെ നാട്ടിൽ എൻ്റെ കൂടെ അറിഞ്ഞതൊരു വേറൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാനും അവനും ചെറുതായിട്ടൊന്നും തെറ്റിയില്ല. അവൻ നാട്ടിൽ മൊത്തം പബ്ലിസിറ്റി ആക്കി. നിസാം MDMA ആണ്.
എന്നെപ്പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കന്ന് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ MDMA എടുക്കാൻ പൈസ ഒന്നും ഇല്ലായിട്ട് എൻ്റെ പൈസകളൊക്കെ കഴിഞ്ഞ് എൻ്റെ വണ്ടികളൊക്കെ ഞാൻ വിറ്റ് തുലച്ച് എല്ലാം ഇത് എടുക്കാൻ വേണ്ടി പണയം വെക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണമൊക്കെ ആയിട്ട് പൊട്ടിയിട്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കല്ലേന്ന് ഞാൻ വലിയ തോതിൽ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും അടുപ്പിച്ച് ഉപയോഗിപ്പിക്കല് എല്ലാവരും ഒരുമിച്ച് ഞങ്ങളൊരു എൻജോയ് എൻ്റർടൈൻമെൻ്റ് ആയി നല്ല രസത്തിൽ പോയി. അങ്ങനെ പിന്നെ അവനക്ക് പൈസ തരൽ തുടങ്ങി. അവനക്ക് ഇതിൻ്റെ ലാഭം ബിസിനസ് ലാഭം എന്നുള്ള ലെവലിൽ. പക്ഷെ എനിക്ക് അവൻ്റെ പൈസ മാത്രമേ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കിത് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ ഞാൻ അവനും ചെറിയൊരു വാക്ക് തർക്കത്തിൽ തെറ്റി. അവൻ നാട്ടിൽ മൊത്തം പബ്ലിസിറ്റി ആക്കി നിസാം MDMA ആണ്. അതുവരെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ടായി നാട്ടിൽ. ഞാൻ വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നല്ലോ. അതൊക്കെ പറഞ്ഞു അവൻ വണ്ടി എടുത്തത് വണ്ടി കച്ചവടം തുടങ്ങിയതൊക്കെ MDMA ആണ്. അങ്ങനെ നാട്ടിൽ മൊത്തം പബ്ലിസിറ്റി ആക്കി. വീട്ടിലൊക്കെ ചെറിയ ന്യൂസുകൾ വന്നു. പക്ഷെ വീട്ടിലാരും അറിഞ്ഞു. വീട്ടുകാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയും ഒരാളും സമ്മതിക്കില്ല. ഞാൻ MDMA ഉപയോഗിക്കുന്നത് ഒരാളും പറയില്ല. വീട്ടുകാരായാലും ആര് ചോദിച്ചാലും ഇല്ലയെന്നേ പറയുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ പല ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നമ്മൾ എത്ര നുണകൾ പറയും, കള്ളങ്ങൾ നമ്മൾ എത്രത്തോളം കള്ളങ്ങൾ പറയാൻ പറ്റും അത് പറയും. നമ്മൾ ഗോഡ് പ്രോമിസ് അടക്കം പറയും. അതാണ് ഇതിൻ്റെ നമ്മളെ വാക്കിന് സ്ഥിരത ഉണ്ടാവില്ല. ഉപയോഗിക്കുന്ന ഒരാളെ വാക്ക് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ പറഞ്ഞതല്ല പിന്നെ പറയാം. അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടുകാരിൻ്റെ അത്രയും വീട്ടുകാർ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു ദിവസം വീട്ടിൽ പോലീസ് വന്നിട്ട് അവർ വീട്ടിലൊക്കെ അത്യാവശ്യം സെർച്ച് ചെയ്ത് വേറൊരാൾ പറഞ്ഞ നാട്ടിൽ മൊത്തം പോലീസ് സ്റ്റേഷനിലൊക്കെ എന്നെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിസാം MDMA ആണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോലീസ് വന്നു രാത്രി. അവർ സെർച്ച് ചെയ്ത് അവർക്ക് സാധനം കിട്ടില്ല. പക്ഷെ